ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. ശരീരത്തിലെ ഏറ്റവും പ്രധാന അവയവങ്ങളിലൊന്നാണ് കരൾ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന അവയവം. ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ ശുദ്ധീകരിക്കുന്ന അവയവം കൂടിയാണ് കരൾ. കൂടാതെ കേടുവന്ന കോശങ്ങളെ മാറ്റി പുതിയവ ഉൽപ്പാദിപ്പിക്കാൻ വരെ കരളിന് സാധിക്കും. അതിനാൽ കരളിന്റെ ആരോഗ്യം ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പൊന്നുപോലെ കാക്കേണ്ട കരളിന്റെ പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായി കഴിക്കാറുണ്ട്. ഈ ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം നിർത്തിയാൽ കരളിന്റെ ആരോഗ്യത്തെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. അതിനാൽ ഈ പറയുന്ന 7 ഭക്ഷണങ്ങൾ നിങ്ങൾ അമിതമായി ഉപയോഗിക്കുകയാണെങ്കിൽ, ഇത്തരം ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം കുറച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാം. ഈ പറയുന്ന 7 ഭക്ഷണങ്ങളാണ് കരളിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്. കരളിന്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാമത്തെ ഭക്ഷണമാണ് പഞ്ചസാര. ഉയർന്ന തോതിൽ പഞ്ചസാര ചേർന്ന ഭക്ഷണ വിഭവങ്ങൾ കരളിന് അത്ര നല്ലതല്ല. കാരണം കരൾ അമിതമായ പഞ്ചസാരയെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ ഉൾപ്പെടെയുള്ള പല അവയവങ്ങളിലും അടിഞ്ഞുകൂടി രോഗസങ്കീർണതകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും. കരളിൽ കൊഴുപ്പടിയുന്നത് ഫാറ്റി ലിവർ രോഗത്തിന് കാരണമാകും. അതിനാൽ പഞ്ചസാര ചേർത്ത ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം കരളിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. 2. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. സോഡ, കോള തുടങ്ങിയ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കരൾ നാശത്തിന് കാരണമാകുന്നവയാണ്. ഇവ നിത്യവും കഴിക്കുന്നത് കരൾ രോഗമുൾപ്പെടെയുള്ള പല രോഗങ്ങളിലേക്കും നയിക്കും. കൂടാതെ ഇതിൽ മധുരവും അമിതമായി അടങ്ങിയിരിക്കുന്നു. ഇത്തരം പാനീയങ്ങൾ അമിതവണ്ണത്തിനും ശരീരത്തിൽ കൊഴുപ്പടിയുന്നതിനും കാരണമാകും. അതിനാൽ കരളിന്റെ ആരോഗ്യത്തിനും മറ്റ് അസുഖങ്ങൾ കുറയ്ക്കുന്നതിനുമൊക്കെ കാർബണേറ്റഡ് ഡ്രിങ്ക്സിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക. 3. ഉപ്പ്. അമിതമായ ഉപ്പിന്റെ ഉപയോഗം ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാകും. ഇത് കരളിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ചിപ്സ്, ഉപ്പ് ബിസ്ക്കറ്റ്, ഉപ്പടങ്ങിയ സ്നാക്സ് തുടങ്ങിയവയിൽ സോഡിയവും സാച്ചുറേറ്റഡ് കൊഴുപ്പുകളും അമിതമായി അടങ്ങിയിരിക്കുന്നു. ഇത് ഫാറ്റി ലിവർ രോഗത്തിനും അമിതവണ്ണത്തിനും കാരണമാകും. അതിനാൽ ഉപ്പടങ്ങിയ ഇത്തരം ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. 4. റെഡ് മീറ്റ്. ബീഫ്, പോർക്ക് പോലുള്ള റെഡ് മീറ്റുകൾ ദഹിപ്പിക്കുന്നതിന് കരളിനെ നല്ല കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ഇതിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു. ഈ പ്രോട്ടീൻ വിഘടിപ്പിക്കാൻ കരളിനെ അമിത സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. പ്രോട്ടീൻ കൃത്യമായി വിഘടിച്ചില്ലെങ്കിൽ കരളിൽ പ്രോട്ടീൻ കെട്ടിക്കിടക്കും. കരളിൽ പ്രോട്ടീൻ കെട്ടിക്കിടക്കുന്ന ഈ അവസ്ഥ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് കാരണമാകും. അമിതമായ പ്രോട്ടീൻ കരളിന് പുറമെ വൃക്കകളെയും ബാധിക്കും. അതിനാൽ റെഡ് മീറ്റുകളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. 5. മദ്യം. അമിത മദ്യപാനം ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ലിവർ സിറോസിസ് പോലുള്ള പല രോഗങ്ങളിലേക്കും നയിക്കും. കരൾ അർബുദത്തിനും മദ്യപാനം ഒരു കാരണമാണ്. കൂടാതെ അമിത മദ്യപാനം അമിതവണ്ണത്തിലേക്ക് നയിക്കും. അമിതവണ്ണം പല അസുഖങ്ങൾക്കും കാരണമാകും. അതിനാൽ അമിതമായ മദ്യപാനം ഒഴിവാക്കുക. 6. കൊഴുപ്പ് കൂടിയ ആഹാരം. പിസ്സ, പാസ്ത, ഫ്രഞ്ച് ഫ്രൈസ് തുടങ്ങിയ നമ്മുടെ രസമുകുളങ്ങളെ ആനന്ദിപ്പിക്കുന്ന പല ഫാസ്റ്റ് ഫുഡുകളും കരളിനെ നിശബ്ദം കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന തോതിലുള്ള സാച്ചുറേറ്റഡ് കൊഴുപ്പുകളും ട്രാൻസ് ഫാറ്റുകളുമാണ് പ്രധാന കാരണം. ഇവയിലെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ കരളിനെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. കൂടാതെ സാച്ചുറേറ്റഡ് കൊഴുപ്പ് ശരീരത്തിലെ കൊളസ്ട്രോൾ തോത് വർദ്ധിപ്പിക്കുന്നതിനും ഹൃദ്രോഗത്തിനും കാരണമാകും. അതിനാൽ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. 7. മൈദ. പാസ്തയും പിസയും ബ്രെഡും നമ്മുടെ പൊറോട്ടയുമെല്ലാം ഉണ്ടാക്കുന്നത് മൈദ ഉപയോഗിച്ചാണ്. കൂടാതെ പല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിനും മൈദയും പഞ്ചസാരയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. മൈദ ഗ്ലൂക്കോസായും പിന്നീട് കൊഴുപ്പായും മാറ്റപ്പെടുന്ന ഭക്ഷണമാണ്. ഇതിനാൽ ഇത് കരളിന് അപകടം വരുത്തും. മൈദ ദഹിപ്പിക്കാൻ കരളിനെ നല്ല കഠിനാധ്വാനം ചെയ്യേണ്ടതായി വരും. ഫാറ്റി ലിവർ രോഗം ഉൾപ്പെടെയുള്ള പല രോഗസങ്കീർണതകൾക്കും മൈദയുടെ നിത്യമായുള്ള ഉപയോഗം കാരണമാകും. അതിനാൽ മൈദയുടെ സ്ഥിരമായ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം കരളിന്റെ നല്ല ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ ഇത്തരം ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക. കരളിന്റെ നല്ല ആരോഗ്യത്തിന് പയർവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലക്കറികളും പഴങ്ങളുമൊക്കെ ധാരാളമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്